And the second reason is the Prime Minister came here yesterday to Kerala. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. Wherever he goes, he talks about temples and religion. അദ്ദേഹം എവിടെയെല്ലാം പോയാലും അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. In every speech, he is talking about temple and religion. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് അമ്പലങ്ങളെക്കുറിച്ചും അവിടുത്തെ മതത്തെക്കുറിച്ചുമാണ്. But somehow, he has forgotten about what happened in Sabarimala. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തിൽ വരുമ്പോ ശബരിമലയെ കുറിച്ച് അദ്ദേഹം മറന്നു പോവുകയാണ്. He has forgotten that the left front leaders stole from Ayyappaji. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശബരിമല അയ്യന്റെ സ്വത്ത് കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. സ്വർണം കവർന്നു എന്നുള്ളത് മറക്കുകയാണ്. He has forgotten that the left front leaders took the gold of Ayyappa temple and replaced it with brass. അദ്ദേഹം മറന്നു പോവുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലുള്ള സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയി അതിൽ ചെമ്പാക്കി മാറ്റി അവിടെ വെച്ചു എന്നുള്ളത് അദ്ദേഹം മറക്കുകയാണ്. So because he does not want to damage the BJP, he has kept quiet about the crime that has taken. Other thing is that I keep saying LDF. ഞാൻ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും LDF എന്ന് പറയുന്നുണ്ട്. Left front. ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. But really the LDF does not behave like a left party in Kerala. പക്ഷെ സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. In their actions, in their policies, they are as corporatist as the BJP. അവരുടെ നയങ്ങളിൽ അവർ നടക്കുന്ന പദ്ധതികളിൽ അവർ BJPയെ പോലെ തന്നെ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. And you can ask LDF workers this question. നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് ഈ ചോദ്യം ചോദിക്കാം. You can ask them, is today's Kerala government truly a left government? Is today's Kerala government truly a government of the poor people of Kerala? Every single LDF worker will tell you, no, it is no longer a left government. It is now a corporatist, corporate supported, corporate funded government. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ചോദിക്കാം, ഈ സർക്കാരിൽ എവിടെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ സ്വഭാവമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും. അവർ കുത്തകവൽക്കരണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു. Now you'll ask me again, what is the proof? നിങ്ങൾ ഇനിയും എന്നോട് ചോദിക്കും എന്താണ് തെളിവ് എന്നുള്ളത്. I'll tell you the proof. ഞാൻ പറയാം എന്താണ് തെളിവെന്ന് ഞാൻ പറയാം. UDF used to support rubber workers. നമ്മുടെ UDF നമ്മൾ ഇവിടുത്തെ റബ്ബർ തൊഴിലാളികളെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. Used to protect the rubber industry. നമ്മൾ ഇവിടുത്തെ റബ്ബർ വ്യവസായത്തെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. When they had difficult times, we used to give them compensation. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയമുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. The LDF refuses to compensate the rubber workers of Kerala.